നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. അനുപമ പരമേശ്വരൻ, ധ്രുവ് വിക്രമാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2 ദിവസമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അനുപമയുമായി പ്രണയത്തിലായിരുന്ന വ്യക്തി ധ്രുവ് ആണെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും വിലയിരുത്തൽ. നടി ധന്യ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് അത് ധ്രുവ് തന്നെയാണെന്നാണ് കമന്റുകൾ ഏറെയും വരുന്നത്. ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും താരങ്ങൾ അത് നിഷേധിച്ചിട്ടുമില്ല. പങ്കാളി നാർസിസ്റ്റും ടോക്സിക്കുമായിരുന്നതിനാലാണ് ആ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തു വന്നത് എന്നായിരുന്നു അനുപമ പറഞ്ഞത്. 2 വർഷം കൊണ്ട് താൻ നരകയാതന അനുഭവിച്ചതെന്നും അനുപമ പറയുന്നുണ്ടായിരുന്നു. നടിയുടെ വെളിപ്പെടുത്തൽ വൈറലായ ശേഷം ചർച്ചയാകുന്നത് വിക്രമിന്റെ ഭാര്യ ശൈലജയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളുടെ ഭാര്യയാണെങ്കിൽ കൂടിയും ഇന്നേ വരെ അവരെ പുറം ലോകം ആരും തന്നെ കണ്ടിട്ടില്ല. ഇന്റർനെറ്റിൽ തപ്പിയാൽ പോലും 1-2 ഫോട്ടോകൾ മാത്രമാണ് ലഭിക്കുക. ഭാര്യ അല്പം പ്രൈവറ്റ് പേഴ്സൺ ആയതുകൊണ്ടാണ് മീഡിയയ്ക്ക് മുന്നിൽ വരാത്തത് എന്ന തരത്തിലാണ് പലപ്പോഴും വിക്രം മറുപടി നൽകിയിട്ടുള്ളത്. മലയാളിയാണ് ശൈലജ. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. ഭാര്യയെക്കുറിച്ച് അഭിമുഖങ്ങളിൽ നടൻ വാചാലനാകാറുമുണ്ട്. സൈക്കോളജിസ്റ്റാണ് ശൈലജ. ചെറുപ്പം മുതലേ എനിക്ക് എല്ലാം എന്റെ അമ്മയായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയാണ് എന്റെ ലോകം. കല്യാണം കഴിഞ്ഞിട്ട് 32 വർഷങ്ങളായി. ഞാൻ ഇന്ന് എന്താണോ അതിന് കാരണം എന്റെ ഭാര്യയാണ്. അത്രയും പ്യൂർ സോളാണ് ശൈലജ. നല്ല ഭാര്യയാണ്, അമ്മയാണ്, സുഹൃത്താണ്. ആദ്യം കണ്ടപ്പോൾ തന്നെ ശൈലജയെ ഇഷ്ടപ്പെട്ടിരുന്നു. UG കഴിഞ്ഞ് PGക്ക് അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു അത്. ഒരു ചായക്കടയിൽ നിന്ന് ശൈലജയെ വിളിച്ചു. ഇനി ഓരോ മണിക്കൂർ ഇടവിട്ട് നിന്നെ ഞാൻ വിളിക്കട്ടെ, ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് ശൈലജ പറഞ്ഞു. 1 മണിക്കൂറിന് ശേഷം വിളിച്ചിട്ട് തനിക്ക് താലിയിൽ വിശ്വാസമുണ്ടോ എന്ന് ശൈലജയോട് ചോദിച്ചു. എനിക്ക് താലിയിലും വിശ്വാസമില്ല, വിവാഹത്തിലും ആചാരങ്ങളിലും വിശ്വാസമില്ലെന്ന് അവർ പറഞ്ഞു. ഓക്കെ എങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ഞാൻ പറയുകയായിരുന്നു. ഇത് ചോദിച്ചത് ഞാൻ ക്രിസ്ത്യാനിയും ശൈലജ ഹിന്ദുവുമായതുകൊണ്ടായിരുന്നു. അവൾ എനിക്ക് അത്രയേറെ പിന്തുണ നൽകുന്നയാളാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ ഒരു സൈക്കോളജിസ്റ്റാണ്. അതോടൊപ്പം നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും അവൾ സജീവമാണ്. മറ്റുള്ളവരെ നിരന്തരം സഹായിക്കുന്ന വളരെ നല്ലൊരു വ്യക്തിയാണ് അവൾ എന്നായിരുന്നു വിക്രം പറഞ്ഞത്. ധ്രുവ് അനുപമ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇത്രയേറെ ഭാര്യയെ സ്നേഹിക്കുന്ന വിക്രം എന്തുകൊണ്ട് അവർക്കൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയോ ഒരുമിച്ചുള്ള ഫോട്ടോകൾ പങ്കുവെക്കുകയോ ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഉയരുന്നത്. മകനെ പോലെ അച്ഛനും നാർസിസ്റ്റ് ആണോ, ഭാര്യയെ വീട്ടിൽ തളച്ചിട്ടിരിക്കുകയാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും കമന്റുകളുമാണ് അച്ഛന്റെയും മകന്റെയും അഭിമുഖങ്ങൾക്ക് താഴെ ഇപ്പോൾ നിറയുന്നത്. വിക്രമിന് ധ്രുവിനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട്. ധ്രുവിനൊപ്പം പൊതുപരിപാടികളിൽ വിക്രം ഇല്ലാത്തപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് സഹോദരി അക്ഷിതയാണ്. വിവാഹത്തിനും ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ് അവർ. ധ്രുവിന്റെ പേര് പറയാതെയാണ് അഭിമുഖങ്ങളിൽ ഉടനീളം അനുപമ സംസാരിച്ചിട്ടുള്ളത്. തന്റെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ വാല്യൂ ചെയ്യാതെയുള്ള പെരുമാറ്റമായിരുന്നു കാമുകനിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ നിന്നും ഉണ്ടായതെന്നും അനുപമ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ് സിനിമയിൽ മാതാപിതാക്കളുടെ സിനിമാ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്കും സിനിമയുടെ പിന്നിലേക്കും എത്തിയ നിരവധി സ്റ്റാർ കിഡുകളുണ്ട്. അതിൽ പ്രധാനിയും ജനപ്രീതിയുള്ളവരുമാണ് ചിയാൻ വിക്രമിന്റെ മകൻ ധ്രുവ്. അച്ഛന്റെ ഫോട്ടോസ്റ്റാറ്റ് ധ്രുവ് എന്നാണ് പൊതുവെ ആരാധകർ പറയാറുള്ളത്. രൂപം കൊണ്ട് മാത്രമല്ല, സിനിമയിലും തനിക്ക് കിട്ടുന്ന കഥാപാത്രത്തിനു വേണ്ടി 28ാം വയസ്സിലും ധ്രുവ് ഇടുന്ന പരിശ്രമം ചെറുതല്ല എന്നും അവർ പറയുന്നുണ്ട്. അതിനാൽ തന്നെയാണ് 24 വയസ്സിൽ മഹാൻ പോലുള്ള സിനിമകളിലും ആദിത്യ വർമ്മയിലും എല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ താരപുത്രന് കഴിഞ്ഞത്. ഏറ്റവും അവസാനം റിലീസ് ചെയ്ത ബൈസൺ കാലമാടലിലും അതിശയിപ്പിക്കുന്ന പെർഫോമൻസ് ആണ് ധ്രുവിൽ നിന്നും പ്രേക്ഷകന് ലഭിച്ചത്. അച്ഛൻ തന്നെയാണ് അഭിനയത്തിൽ ധ്രുവിന്റെ ഗുരു. ആദിത്യ വർമ്മയുടെ സമയം മുതൽ മകന് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തത് വിക്രം ഒപ്പമുണ്ടായിരുന്നു. ഇരുവരുടെയും സൗഹൃദവും അച്ഛൻ മകൻ കോംബോയും പ്രേക്ഷകരും ആഘോഷിക്കാറുള്ള ഒന്ന് തന്നെയാണ്. മകൻ യുവത്വത്തിലേക്ക് എത്തിയെങ്കിലും വിക്രമിന്റെ കണ്ണിൽ എപ്പോഴും മകന് 6 വയസ്സാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് വീഡിയോകൾ കാണുന്ന ആരാധകർക്കും തോന്നിയിട്ടുള്ളത്. ഇപ്പോഴിതാ തന്റെ സ്വഭാവങ്ങളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും ധ്രുവ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചതാണ് വീണ്ടും ഇന്റർനെറ്റിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വൈറലാകുന്ന ഒരു വീഡിയോയിൽ തന്റെ കോപത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ധ്രുവ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: അത് എനിക്ക് നല്ല ദേഷ്യമുള്ള കാര്യമാണ്. അതെ, എനിക്ക് ദേഷ്യം വരും. കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. ഇത് നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ അത് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെഡിറ്റേഷൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കണ്ണുകൾ പാതി അടയ്ക്കും, എന്നിട്ട് കുറച്ചു സമയം മിണ്ടാതെയിരിക്കും, എന്നിട്ട് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ നിയന്ത്രിച്ച് വരികയാണെന്നും ധ്രുവ് വിക്രം പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഡേറ്റിംഗിൽ ആര് ബിൽ പേ ചെയ്യണം എന്നാണ് ധ്രുവിന്റെ അഭിപ്രായം എന്ന ചോദ്യത്തിന് ധ്രുവ് നൽകിയ മറുപടിയും വൈറലായി തീർന്നിരുന്നു.
ഓൾഡ് സ്കൂൾ ചിന്താഗതിയാണ് തന്റേത് എന്ന് വേണമെങ്കിൽ പറയാം എന്നായിരുന്നു ധ്രുവ് പറഞ്ഞത്. എന്നിരുന്നാലും ആദ്യ ഡേറ്റിൽ പുരുഷൻ തന്നെ ബില്ല് പേ ചെയ്യണം എന്നതാണ് എന്റെ അഭിപ്രായമെന്നും ധ്രുവ് പറയുന്നുണ്ടായിരുന്നു. വൈകിയ വേളയിൽ ഒരു കോൾ വന്നാൽ അത് അറ്റൻഡ് ചെയ്യുമോ അതോ മൈൻഡ് ചെയ്യാതിരിക്കുമോ എന്ന ചോദ്യത്തിന് താരം നൽകിയ മറുപടിയും വൈറലായിരുന്നു. അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും എന്നാണ് ധ്രുവ് പറഞ്ഞത്. അമ്മയാണ് വിളിക്കുന്നതെങ്കിൽ തീർച്ചയായും ഫോൺ എടുക്കുമെന്നും മറ്റാരെങ്കിലും ആണെങ്കിൽ ആ സമയത്ത് ഫോൺ എടുക്കാറില്ല എന്നുമാണ് നടൻ പറഞ്ഞത്. നടന്റെ പഴയ അഭിമുഖങ്ങൾ വീണ്ടും പ്രേക്ഷകർ കുത്തിപ്പൊക്കുവാൻ കാരണം അനുപമ കഴിഞ്ഞ ദിവസം നടത്തിയ തുറന്നു പറച്ചിലുകളാണ്. താൻ പ്രണയത്തിലായിരുന്നു, ആ 2 വർഷവും നാർസിസ്റ്റായ ഒരാളുടെ ഒപ്പമായിരുന്നു താൻ ജീവിച്ചത് പോന്നിരുന്നത് എന്നതായിരുന്നു അനുപമ പറഞ്ഞ കാര്യം. അനുപമയും ധ്രുവും പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ അനുപമ ഉദ്ദേശിച്ചത് ധ്രുവിനെയാണ് എന്നതാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ.